എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 206 ഒന്നാമത്തെ ചോദ്യമാണ് ചെയ്ത് നിർത്തിയത് അല്ലേ. ഇനി നമുക്കതിൽ രണ്ടാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. എന്താണ് ചോദ്യം? ദി പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ ഈസ് 42 meters ആൻഡ് ഇറ്റ്സ് ഡയഗണൽ ഈസ് 15 meter. അതായത് ഒരു ചതുരത്തിന്റെ പെരിമീറ്റർ ചുറ്റളവ് അല്ലെ, ചുറ്റളവ് തന്നിട്ടുണ്ട് നമുക്ക് 42 മീറ്റർ. പിന്നെയോ അതിന്റെ ഡയഗണൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വികരണത്തിന്റെ നീളം തന്നിട്ടുണ്ട്. എത്രയാണ്? 15 മീറ്റർ. അങ്ങനെയാണെങ്കിൽ വാട്ട് ആർ ദി ലെങ്ത് ഓഫ് ഇസ് സൈഡ്സ്? ഇതിന്റെ നീളവും വീതിയും അല്ലെ, സൈഡുകളുടെ നീളം എത്ര? ഇതാണ് ചോദ്യം. അപ്പൊ നമുക്കവിടെ പെരിമീറ്റർ എന്നുണ്ട് അല്ലെ, ചുറ്റളവ് പെരിമീറ്റർ എത്രയാണ് തന്നിട്ടുണ്ട്? 42 മീറ്റർ ആണ് പെരിമീറ്റർ. അപ്പൊ നമുക്ക് ഇവിടെ ഇതിന്റെ നീളം എക്സ് ആണെന്ന് വിചാരിക്കാം. ഈ നീളം എക്സ്. തൽക്കാലം നമുക്ക് ഈ വീതി വൈ ആണെന്ന് വിചാരിക്കാം. വൈ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിത് എഴുതാം. 2 ഇൻറ്റു നീളം പ്ലസ് വീതി അല്ലേ, അത് നീളം എക്സ് പ്ലസ് വീതി വൈ സീക്വൽ ടു 42 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് എന്താണ്? ഒരു നീളവും ഒരു വീതിയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വരും? 42 പകുതി വരും അല്ലേ. 42/2. അതായത് ഈ രണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ ബൈ 2 ആയി അല്ലേ. അപ്പോൾ ഒരു നീളം ഒരു വീതിയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 21 മീറ്റർ കിട്ടും. അപ്പോൾ ഇവിടെ നമുക്കറിയാം, ഇവിടെ നമ്മൾ രണ്ട് വേരിയബിൾ ഉപയോഗിക്കാൻ പറ്റും. ഈ ഇതിൽ പറ്റില്ല അല്ലേ, ഒരു വേരിയബിൾ പറ്റുള്ളൂ. അപ്പോൾ എക്സ് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിവിടെ വൈ ഈസ് ഈക്വൽ ടു മൊത്തം രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 21 ആണ്. അങ്ങനെയാണ് വൈ എന്തായിരിക്കും? 21 നിന്ന് എന്ത് കുറച്ചാൽ മതി? എക്സിന്റെ നീളം കുറച്ചാൽ മതി അല്ലേ. ശരിയല്ലേ? രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 21 ആണ് കിട്ടുക. അങ്ങനെയാണ് ഇതിന്റെ നീളത്തിലായിരിക്കും മൊത്തം 21. അപ്പോൾ 21 നിന്ന് ഈ നീളം കുറച്ചാൽ മതി അല്ലേ, എക്സ് കുറച്ചാൽ മതി. അപ്പോൾ നമുക്കിവിടെ വൈ എന്ന് മാറ്റിയിട്ട് എന്ത് എഴുതാം? 21 മൈനസ് എക്സ് എന്ന് എഴുതാം അല്ലേ. അപ്പോൾ രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 21. ഈ നീളം എക്സ് ആണെങ്കിൽ ഈ നീളം 21 നിന്ന് എക്സ് കുറച്ചാൽ മതി. ഇനി ഇവിടെ നോക്കിയേ, ഇതെന്തായി? ഒരു മട്ടത്രികോണമായി അല്ലേ, ഒരു റൈറ്റ് ട്രയാങ്കിൾ ആയി. അപ്പോൾ ഇത് ചതുരാണ്, നമുക്കറിയാം ഇത് 90 ഡിഗ്രി ആണ് അല്ലേ. അപ്പോൾ ഈ നീളം നമുക്കറിയാം എക്സ്, അതായത് പാദം ബേസ്. ഇത് നമുക്കറിയാം 21 മൈനസ് എക്സ് ലംബം അല്ലേ, അതായത് ആൾട്ടിറ്റ്യൂഡ്. ഇത് നമുക്കറിയാം 15 മീറ്റർ, അതായത് കർണം. അങ്ങനെയാണെങ്കിൽ പൈത്തഗോറസ് തിയറം ഉപയോഗിച്ച് നമുക്ക് എന്താ അറിയാം? ഇതിന്റെ സ്ക്വയർ പ്ലസ് ഇതിന്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇതിന്റെ സ്ക്വയർ അല്ലേ. അതായത് എക്സ് സ്ക്വയർ പ്ലസ് 21 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ഈക്വൽ ടു എന്തായിരിക്കും? ഈ ഹൈപ്പോട്ടിനസിന്റെ സ്ക്വയർ 15 സ്ക്വയർ. ഇനി എക്സ് സ്ക്വയർ പ്ലസ് ഇവിടെ നോക്കിയാൽ 21 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ അല്ലേ. നമുക്കറിയാം എ മൈനസ് ബി ഹോൾ സ്ക്വയർ. എ മൈനസ് ബി ഹോൾ സ്ക്വയർ അറിയാലോ, സീക്വൽ ടു എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ അല്ലേ. അപ്പോൾ അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം 21ന്റെ സ്ക്വയർ. അപ്പോൾ 21ന്റെ സ്ക്വയർ മൈനസ് 2ab അല്ലേ. അപ്പോൾ 2 ഇൻറ്റു 21 ഇൻറ്റു എക്സ്. അപ്പോൾ 2 ഇൻറ്റു 21 എത്രയാണ്? 42. അപ്പോൾ 42 ഇൻറ്റു എക്സ് 42 എക്സ് അല്ലേ. ഓരോ സ്റ്റെപ്പ് എഴുതണ്ടല്ലോ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ. ഇനി പ്ലസ് ബി സ്ക്വയർ, ബിന്റെ സ്ക്വയർ, ബി എന്ന് പറഞ്ഞാൽ എക്സ്, അപ്പോൾ എക്സിന്റെ സ്ക്വയർ. ഓക്കെ, സീക്വൽ ടു 15 സ്ക്വയർ. 15 സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 225. ഇനി ഇവിടെ നോക്കിയാൽ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ അല്ലേ. അപ്പോൾ മൊത്തം എത്ര എക്സ് സ്ക്വയർ ആയി? 2 എക്സ് സ്ക്വയർ ഉണ്ട്. അപ്പോൾ 2 എക്സ് സ്ക്വയർ പ്ലസ് 21ന്റെ സ്ക്വയർ എത്രയാണ്? 441. ഇനി മൈനസ് 42 എക്സ് ഉണ്ട് ഇവിടെ. ഇനി ഇവിടെ ഇപ്പുറത്തൊരു 225 എടുക്കണ്ട് അല്ലേ, അതിനെ കൂടി നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ എന്താവത്? മൈനസ് 225 സീക്വൽ ടു ബാക്കി ഇവിടെ 0 അല്ലേ. ഇനി നമുക്ക് ഇതിനെന്ത് ചെയ്യാം? 2x സ്ക്വയർ, അവിടെ ഒന്നും ചെയ്യാനില്ല, 2x സ്ക്വയർ അല്ലേ. ഇനി നോക്കിയാൽ നമുക്ക് എക്സ് മാത്രമുള്ളത് മൈനസ് 42 എക്സ് അല്ലേ. അപ്പോൾ അത് അതേ രൂപത്തിൽ എഴുതാം, മൈനസ് 42 എക്സ്. ഇനി പ്ലസ് 441 മൈനസ് 225 അല്ലേ. അതായത് 441 നിന്ന് 225 കുറക്കണം അല്ലേ. അപ്പോൾ എത്ര കിട്ടും? 6 1 2 അല്ലേ, 216 കിട്ടും. ചിഹ്നം ഇത് വരും പ്ലസ് അല്ലേ, ഇത് പോസിറ്റീവ് ഇത് മൈനസ് ആണ് അല്ലേ. അപ്പോൾ വലുതിന്റെ ചിഹ്നം പോസിറ്റീവ്, പ്ലസ് 216 കിട്ടി സീക്വൽ ടു 0. ഇവിടെ നോക്കിയാൽ നമ്മുടെ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ അല്ലേ, അത് 2x സ്ക്വയർ മൈനസ് 42x പ്ലസ് 216 ഈക്വൽ ടു 0 അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? മൈനസ് ബി, ഇവിടെ 2 ആണ് അല്ലേ, 2 ഉണ്ട് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് വേഗം എന്ത് എഴുതണം? നമ്മുടെ ഇക്വേഷൻ എഴുതാം. എന്താണ് ഇക്വേഷൻ? എക്സ് ഈസ് ഈക്വൽ ടു, എക്സിന്റെ വാല്യൂ കൊണ്ട് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a.
ഇനി ഇതിൽ എയുടെ വാല്യൂ എത്രയാണ്? എ എന്ന് പറഞ്ഞാൽ 2 അല്ലേ? എ 2, ബിയോ -42 അല്ലേ? -42, -42. ഇനി സി എത്രയാണ്? 216. അപ്പോൾ നമുക്ക് എഴുതാം x = എക്സിന്റെ വാല്യൂ അല്ലേ മൈനസ് ബിയുടെ വാല്യൂ -42 അല്ലേ? അപ്പോൾ അത് -42. അപ്പോൾ -b മൈനസ് എഴുതിയിട്ട് പിന്നെ ബിയുടെ വാല്യൂ -42 അല്ലേ? അപ്പോൾ ഇതുപോലെ തന്നെ എഴുതണം. -b പ്ലസ് ഓർ മൈനസ് റൂട്ട് b² -4ac അല്ലേ? b² എന്ന് പറഞ്ഞാൽ -42ന്റെ സ്ക്വയർ -4ac 4 ഇൻറ്റു എ എത്രയാണ്? 2 ഇൻറ്റു 2 ഇൻറ്റു സി എത്രയാണ്? 216 ബൈ 2a 2 ഇൻറ്റു എയുടെ വാല്യൂ എത്രയാണ്? 2 അല്ലേ? സീക്വൽ ടു എന്ത് വരും? -42 അല്ലേ? 2 നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം പോസിറ്റീവായി. അപ്പോൾ 42 പ്ലസ് ഓർ മൈനസ് റൂട്ട് 42ന്റെ സ്ക്വയർ അല്ലേ? അപ്പോൾ 42 ഇൻറ്റു 42 ഒന്ന് ഗുണിച്ച് നോക്ക്. 1764 കിട്ടി. മൈനസ് 4ac അല്ലേ? അപ്പോൾ ഇവിടെ 4ac അല്ലേ? അപ്പോൾ 4 ഇൻറ്റു 2 8, 8 ഇൻറ്റു 216. അപ്പോൾ 216 ഇൻറ്റു 8 ഒന്ന് ഗുണിച്ച് നോക്കിയേ. 1728 കിട്ടി അല്ലേ? 1728 കിട്ടി. ബൈ 2 ഇൻറ്റു 2 4 അല്ലേ? സീക്വൽ എന്ത് വരും? 42 പ്ലസ് ഓർ മൈനസ് റൂട്ട് 1764 നിന്ന് 1728 കുറച്ച് എത്ര വരും? 6 3 അല്ലേ? 36 ശരിയല്ലേ? 36 കിട്ടി. ബൈ 4 അതായത് 42 പ്ലസ് ഓർ മൈനസ് റൂട്ട് 36 എത്രയാണ്? 6 അല്ലേ? 6/4. ഓക്കെ. ഇപ്പൊ നോക്കിയേ, രണ്ട് വാല്യൂകൾ 42 പ്ലസ് 6/4 അല്ലെങ്കിൽ 42 മൈനസ് 6/4 അല്ലേ? അപ്പൊ നമുക്ക് രണ്ട് വാല്യൂകൾ കിട്ടി. അപ്പൊ ആദ്യം നമുക്ക് 42 പ്ലസ് 6/4 എത്ര കിട്ടും? 48/4 = 12. ഇനി അടുത്ത് 42 മൈനസ് 6/4 അതായത് 36/4. നമുക്ക് എത്ര കിട്ടി? 9 കിട്ടി. അപ്പൊ ഇവിടെ നമുക്ക് എക്സിന് അല്ലെ, എക്സിന് എത്ര വാല്യൂകൾ കിട്ടി? എക്സിന് നമുക്ക് രണ്ട് വാല്യൂ കിട്ടി. ഒന്നുകിൽ 12 അല്ലെങ്കിൽ 9 അല്ലെ? ഒന്ന് 12 കിട്ടി, അടുത്തതോ 9 കിട്ടി അല്ലെ? അപ്പൊ ഇവിടെ നമ്മൾ എക്സിന് 12 കൊടുക്കുകയാണെങ്കിൽ ഇതെന്തായിരിക്കും? 21 മൈനസ് 12 അല്ലെ? അതായത് 9. അപ്പൊ ഇവിടെ നമ്മൾ 12 കൊടുക്കുകയാണെങ്കിൽ വീതി 9 ആയിരിക്കും അല്ലെ? ഇനി ഇവിടെ നമ്മൾ 9 കൊടുക്കുകയാണെങ്കിലോ ഇവിടെ എത്രയായിരിക്കും? 21 മൈനസ് 9 അല്ലെ? ഇവിടെ 12 ആയിരിക്കും. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ 12 ആണെങ്കിൽ ഇത് 9 ആയിരിക്കും, ഇത് 9 ആണെങ്കിൽ ഇത് 12 ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്താം? ലെങ്ത് എക്സ് അല്ലെ ഈക്വൽ ടു 12. 12 ആണെങ്കിൽ വിഡ്ത്ത് എത്ര എന്തായിരിക്കും? വീതി ഈക്വൽ ടു 21 മൈനസ് എക്സ് അല്ലെ? അതായത് 21 മൈനസ് 12 ഈക്വൽ ടു 9 മീറ്റർ. അല്ലാതെ മീറ്ററിലല്ലേ, അതുകൊണ്ട് മീറ്റർ. ഇനി അതല്ലെങ്കിൽ ലെങ്ത് 9 മീറ്റർ ആണെങ്കിൽ വിഡ്ത്ത് എത്ര ആയിരിക്കും? 21 മൈനസ് 9 അതായത് 12 മീറ്റർ. മനസ്സിലായല്ലോ? അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു വരും. അത് ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. ഫ്രം എ റെക്ടാങ്കുലർ ഷീറ്റ് ഓഫ് പേപ്പർ 2 സ്ക്വയേഴ്സ് ആർ കട്ട് ഓഫ് ആസ് ഷോൺ ബിലോ അല്ലെ? അതായത് ഈ ചതുരത്തിന്റെ ആകൃതിയിലുള്ള ഒരു പേപ്പർ കഷ്ണം അല്ലെ, അതിൽ നിന്ന് സ്ക്വയർ ഷേപ്പിലുള്ള 2 പീസ് മുറിച്ചു മാറ്റി. ദി ഏരിയ ഓഫ് ദി റിമൈനിങ് പാർട്ട് ഈസ് 27 സ്ക്വയർ സെന്റിമീറ്റർ അല്ലെ? അതായത് മുറിച്ചു മാറ്റി ബാക്കിയുള്ള ഈ പീസിന്റെ ഏരിയ തന്നിട്ടുണ്ട് 27 സ്ക്വയർ സെന്റിമീറ്റർ. വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് ദി ഷോർട്ടർ സൈഡ് ഓഫ് ദി റെക്ടാങ്കിൾ? അങ്ങനെയാണെങ്കിൽ ഈ ചതുരത്തിന്റെ ഷോർട്ടർ സൈഡ് അല്ലെ, നീളം കുറഞ്ഞ വശം, അതായത് ഇതിന്റെ വീതി എത്രയാണ് എന്നാണ് ചോദ്യം. ഈ വീതി എത്രയാണ്? ഇതാണ് ചോദ്യം. മനസ്സിലായല്ലോ? ഇതിന്റെ നീളം നമുക്ക് തന്നിട്ടുണ്ട് 15. ഈ 2 സ്ക്വയർ പീസുകളാണ് തന്നിട്ടുണ്ട്. സ്ക്വയർ പീസുകൾ അല്ലെ, സമചതുരത്തിന്റെ ആകൃതിയിൽ 2 പീസുകൾ മുറിച്ചു മാറ്റിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളതിന്റെ ഏരിയ തന്നിട്ടുണ്ട്. ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഈ ചതുരത്തിന്റെ ഈ നീളം കുറഞ്ഞ വശം അല്ലെ, അതായത് ഈ വീതി എത്രയാണെന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ വീതിയാണ് അല്ലെ. അപ്പൊ നമ്മൾ അതിന് എക്സ് ആണെന്ന് കൊടുത്തു. എക്സ് അങ്ങനെയാണെങ്കിൽ ഇത് സ്ക്വയർ അല്ലേ, സമചതുരല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരിക്കും?
ഇതും എക്സ് ആയിരിക്കും, ഇതും അതേ നീളം തന്നെയാണ് അല്ലേ എക്സ്. ഇതും എന്തായിരിക്കും, ഇതും എക്സ് അല്ലേ. അതായത് ഇതിൻ്റെ എല്ലാ വശങ്ങളും എത്ര വെച്ചായിരിക്കും, എക്സ് വെച്ചായിരിക്കും. മനസ്സിലായല്ലോ. ഇനി ഇവിടെ നോക്കിയേ, ഈ ചെറിയ സ്ക്വയറിൻ്റെ ഏരിയയും ഇതിൻ്റെ ഏരിയയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഈ മൊത്തം ഈ ചതുരത്തിൻ്റെ ഏരിയ കിട്ടും അല്ലേ. ഈ ചെറിയ ഈ സ്ക്വയറിൻ്റെ ഏരിയ പ്ലസ് ഈ ചെറിയ സ്ക്വയറിൻ്റെ ഏരിയ പ്ലസ് ഇതിൻ്റെ ഏരിയ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത് മൂന്നും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണം, ഈ മൊത്തം ഈ വലിയ ചതുരത്തിൻ്റെ ഏരിയ കിട്ടണം അല്ലേ. അപ്പോൾ നമുക്കത് എഴുതാം, ഏരിയ ഓഫ് ടു സ്ക്വയേഴ്സ് അല്ലേ. അതായത് ഈ രണ്ട് സമചതുരങ്ങളുടെ ഏരിയ പരപ്പളവ് പ്ലസ് ഏരിയ ഓഫ് സ്മോൾ റെക്റ്റാങ്കിൾ, ഈ ചെറിയ ചതുരത്തിന്റെ ഏരിയ അല്ലെ. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, സീക്വൽ ടു ടോട്ടൽ ഏരിയ ഓഫ് ദി റെക്റ്റാങ്കിൾ, ഈ വലിയ റെക്റ്റാങ്കിളിന്റെ പരപ്പളവ് നമുക്ക് കിട്ടും അല്ലെ. ഇതാണ് നമ്മൾ ആദ്യം എഴുതുന്നത്. ഇനി നമുക്ക് ഏരിയ ഓഫ് ടു സ്ക്വയേഴ്സ് അല്ലെ, രണ്ട് സ്ക്വയറുകളുടെ ഏരിയ എന്ത് വരും. ആദ്യത്തെ സ്ക്വയറിന്റെ ഏരിയ എന്താണ്, അതായത് വശം ഇൻറ്റു വശം, എക്സ് ആണ്, ഇതും എക്സ് ആണ് അല്ലെ. അപ്പൊ നമുക്കിവിടെ എക്സ് സ്ക്വയർ പ്ലസ് രണ്ടാമത്തെ ഈ ചെറിയ സ്ക്വയറിന്റെ ഏരിയയും എക്സ് സ്ക്വയർ തന്നെ അല്ലെ, എക്സ് സ്ക്വയർ പ്ലസ് ഇതിന്റെ ഏരിയ നമുക്ക് തന്നിട്ടുണ്ട് 27 അല്ലെ, 27. ഇതെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം, ടോട്ടൽ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ അല്ലെ. റെക്റ്റാങ്കിളിന്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് എന്താണ്, നീളം ഇൻറ്റു വീതി. നീളം നമുക്ക് തന്നിട്ടുണ്ട് 15 എന്ന് തന്നിട്ടുണ്ട്, വീതി നാം എക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, 15 ഇൻറ്റു എക്സ്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഇക്വേഷൻ കിട്ടും അല്ലെ. ഇവിടെ നോക്കിയാൽ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എന്ന് വെച്ചാൽ 2x സ്ക്വയർ പ്ലസ് 27 സീക്വൽ ടു 15 ഇൻറ്റു എക്സ് 15x അല്ലേ. ഇനി 2x സ്ക്വയർ ഇതിന് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പം എന്താവും, മൈനസ് 15x അല്ലേ. ഇവിടെ 27 ഉണ്ട്, പ്ലസ് 27 സീക്വൽ ടു 0. ഇനി എന്ത് ചെയ്യണം, ഇവിടെ 2 ആണ് അല്ലേ. അപ്പം നമ്മുടെ ഇക്വേഷൻ തന്നെ ഉപയോഗിക്കേണ്ടി വരും. എന്താണ് ഇക്വേഷൻ, എക്സ് ഈസ് ഈക്വൽ ടു എക്സിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം, മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a അല്ലേ. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ എക്സ് സ്ക്വയറിന്റെ കൂടെ ആരെങ്കിലും ഉണ്ടോ, ഉടനടി ഈക്വേഷൻ തന്നെ ഉപയോഗിച്ചു. ഇനി നമുക്ക് എന്ത് നോക്കിയാൽ ഇവിടെ നമുക്ക് എ അല്ലെ, എയുടെ വാല്യൂ എത്രയാണ്, എ എന്ന് പറഞ്ഞാൽ 2, ബി എത്രയാണ്, -15, സിയോ 27. അപ്പൊ നമുക്ക് എക്സ് ഈസ് ഈക്വൽ ടു വാല്യൂ കൊടുത്തു മൈനസ് ബി അല്ലെ, മൈനസ് ബിയുടെ വാല്യൂ -15 ഓക്കെ, പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ -15ന്റെ സ്ക്വയർ മൈനസ് 4ac 4 ഇൻറ്റു എ 2 ഇൻറ്റു സി 27 ബൈ 2a 2 ഇൻറ്റു എയുടെ വാല്യൂ 2. ഇപ്പം എന്ത് എഴുതാം, -15 അല്ലേ. അപ്പൊ അതായത് എക്സ് ഈസ് ഈക്വൽ ടു 15 പ്ലസ് ഓർ മൈനസ് റൂട്ട് 15ന്റെ സ്ക്വയർ എത്രയാണ്, 225 മൈനസ് 4ac അല്ലേ. 4ac എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു 2 8, 8 ഇൻറ്റു 27 അല്ലേ. അപ്പൊ 8 ഇൻറ്റു 27 എത്ര വരും, 8 56 അല്ലെ, ബാക്കി 5ഉം 21 അല്ലെ, 21 216 ബൈ 2 ഇൻറ്റു 2 4 അല്ലേ, സീക്വൽ ടു 15 പ്ലസ് ഓർ മൈനസ് റൂട്ട് 225 നിന്ന് 216 കുറച്ച് എത്ര കിട്ടും, 9 അല്ലേ. അപ്പൊ 9 കിട്ടി നമുക്ക്, 9 ബൈ 4 സീക്വൽ ടു ഇവിടെ നോക്കിയാൽ 15 പ്ലസ് ഓർ മൈനസ് റൂട്ട് 9 എന്ന് പറഞ്ഞാൽ 3 ബൈ 4. ഇവിടെ നമുക്ക് 2 ഉത്തരം കിട്ടും അല്ലേ. ഒന്ന് ഏതാണ്, ഒന്ന് 15 പ്ലസ് 3 ബൈ 4 അല്ലേ, 15 പ്ലസ് 3 ബൈ 4, അതല്ലെങ്കിൽ എന്ത് വരും, 15 മൈനസ് 3 ബൈ 4 ഓക്കെ. 15 പ്ലസ് 3 ബൈ 4 എന്ന് പറയുമ്പോൾ 15ഉം 3ഉം 18 അല്ലെ, 18 ബൈ 4 കിട്ടും. 18 ബൈ 4 എന്ന് പറഞ്ഞാൽ 8 4 4 ഇൻറ്റു 4 16 അല്ലേ. അപ്പൊ 4 16 കഴിഞ്ഞ് ബാക്കി 2 ഉണ്ട്, 20 20ൽ എത്ര 4 ഉണ്ട്, 5. അപ്പൊ നമുക്ക് 4.5 എന്ന് കിട്ടി. ഇനി 15 മൈനസ് 3 എത്രയാണ്, 15 മൈനസ് 3 എന്ന് പറഞ്ഞാൽ 12 അല്ലേ, 12 ബൈ 4 12 ബൈ 4 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും, 4 ഇൻറ്റു 3 12 അല്ലേ, 3. അപ്പൊ ഒന്നുകിൽ ഇതിന്റെ വീതി എത്രയാകാം, 3 സെന്റിമീറ്റർ ആകാം, അതല്ലെങ്കിൽ ഇതിന്റെ വീതി എത്രയാകാം, 4.5 സെന്റിമീറ്റർ ആകാം. മനസ്സിലായല്ലോ. അപ്പൊ 2 ഉത്തരങ്ങൾ അവിടെ വരും. അപ്പൊ ഇവിടെ 3 സെന്റിമീറ്റർ
അതല്ലെങ്കിൽ 4 സെൻറ്റിമീറ്റർ. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് തോന്നും എന്താ 3 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 4.5 സെൻറ്റിമീറ്റർ അതെന്താ അങ്ങനെ വന്നു തോന്നുന്നു അല്ലേ? ഇവിടെ നോക്കിയാൽ 3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ ഏരിയ എത്ര വരും? 3 × 3 9 വന്നു അല്ലേ? ഇവിടെയും 3 × 3 9 വന്നു അല്ലേ? അപ്പോൾ ഇവിടെ 9ഉം 9ഉം, അതായത് രണ്ടിൻ്റെ ഏരിയ കൂടി കൂട്ടുമ്പോൾ എത്ര വരും? 18 വന്നു അല്ലേ? 18 വന്നു. ഇനി 18ഉം ഇതിൻ്റെ ഏരിയ 27ഉം കൂടി കൂട്ടുമ്പോഴോ 18 + 27 നമുക്ക് 45 കിട്ടി അല്ലേ? 45 കിട്ടി. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഓരോന്നും കൂടി കൂട്ടിയിട്ട് കിട്ടിയ ഏരിയ 45 അല്ലേ? ഇനി നമുക്കിതിൻ്റെ നീളം ഇൻറ്റു വീതി നോക്കിയാൽ നീളം 15 ആണെങ്കിൽ നമ്മൾ ഇത് 3 എടുത്തത് അല്ലേ? അപ്പോൾ 15 × 3 എത്രയാണ്? 15 × 3 അതും നമുക്ക് 45 തന്നെ കിട്ടി. ഇനി എക്സിന് നമ്മൾ 4.5 കൊടുക്കുകയാണെങ്കിലോ ഇതിപ്പോൾ 4.5 എന്ന് വിചാരിക്കുക. അങ്ങനെയാണ് 4.5 × 4.5 അല്ലേ? ഇതിൻ്റെ ഏരിയ എത്ര വരും? അതിൻ്റെ ഏരിയ 20.25 വന്നു, പ്ലസ് ഇതിൻ്റെ ഏരിയ 20.25 പ്ലസ് 27 അല്ലേ? അപ്പോൾ എത്ര കിട്ടും? 5 × 10 ബാക്കി 1 5 അല്ലേ? 7 6 67.5 കിട്ടും. ഇനി ഇതിൻ്റെ നീളവും വീതിയും തമ്മിൽ ഗുണിച്ച് നോക്കിയാൽ നീളം 15 അല്ലേ? നീളം 15 ഇൻറ്റു വീതി എത്ര നമ്മൾ എടുത്തത്? 4.5 അല്ലേ? അപ്പോൾ 15 × 4.5 5 × 5 25 ബാക്കി 2 5 5ഉം 2ഉം 7 അല്ലേ? ഇനി 5 × 4 20 ബാക്കി 2 1 × 4 4 2ഉം 6. അപ്പോൾ എത്ര കിട്ടി? 7 6 അല്ലേ? അപ്പോൾ നമുക്ക് 67.5 കിട്ടി. അപ്പോൾ ഇത് ഞാൻ ചെയ്തത് എന്തിനാണ്? നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ചെയ്തതാണ്. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ നമുക്ക് 2 ഉത്തരങ്ങളാണ് കിട്ടുക. ഒന്നുകിൽ 4.5ഉം അടുത്തത് 3. ഇനി നമുക്കിതിൽ 2 ചോദ്യം കൂടിയുണ്ട് അല്ലേ? അതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ കഴിയും. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.